നമസ്കാരം. ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ആഴത്തിൽ തന്നെ ബാധിച്ചു എന്ന് വേണം കരുതാൻ. ഏതായാലും പാർട്ടി ഇപ്പോൾ പതിവ് പോലെ അന്വേഷണത്തിന് ഒരുക്കം കൂട്ടുകയാണ്. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിന് ഉത്തരം തേടുകയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പരാജയത്തിന് കാരണമായ സർക്കാരിൻ്റെയും അതല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയുടെ താഴെത്തട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പരാജയം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കുക അല്ലെങ്കിൽ സർക്കാരിനെ ഒഴിവാക്കുക, പാർട്ടി സ്വീകരിച്ച പല നയങ്ങളും ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം അവരൊന്ന് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 8 ചോദ്യങ്ങളാണ് ഇപ്പോൾ താഴെത്തട്ടിലേക്ക് പാർട്ടി അയച്ചിരിക്കുന്നത്. ഇതിന് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതൃത്വം മറുപടി പറയണം എന്നാണ് പാർട്ടിയുടെ കർശന നിർദ്ദേശം. ഈ ചോദ്യങ്ങൾ ഏതാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. നേരത്തെ പാർട്ടിയിൽ വോട്ട് ചേർക്കണം എന്നുള്ള കാര്യമൊക്കെ അണികളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതിനായി സ്റ്റഡി ക്ലാസും ട്രെയിനിങ്ങും ഒക്കെ തന്നെ നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ ഫലപ്രദമായി നടപ്പിലാക്കിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ, ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം, ചേർത്ത വോട്ടുകൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര, വാർഡ് ജില്ലാ തലങ്ങളിലുണ്ടായ പങ്കാളിത്തം, ഓരോ ഏരിയ കമ്മിറ്റികൾക്കും കീഴിലുണ്ടായിരുന്ന ബൂത്തുകൾ, ബൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം, ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം, ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല. ഈ 8 ചോദ്യങ്ങളാണുള്ളത്. ഇതിലൊന്നും തന്നെ സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ എങ്ങനെ തിരിച്ചടിയായി എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും തന്നെയില്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ പരാജയത്തിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചോദ്യം ഇതിലില്ല. പകരം മുഴുവൻ സൈദ്ധാന്തിക ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ എല്ലാം തന്നെ ഉത്തരവാദിത്തം പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കളെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ കഴിവുകേട് തന്നെയാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ, ജി സുധാകരനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതപ്രജ്ഞരായ മന്ത്രിമാരുണ്ടായിരുന്നുവെങ്കിൽ മൊത്തം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ചത്. ഇത് വലിയ തോതിൽ സർക്കാരിന് ദോഷം ചെയ്തു എന്ന് തന്നെയാണ് പൊതുവെ നേരത്തെയും ഇവിടുത്തെ ജനങ്ങളും പാർട്ടിയൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംഭവമായ അല്ലെങ്കിൽ ഏറ്റവും അധികം തിരിച്ചടി കാരണമായ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഈ ചോദ്യങ്ങളിലൊന്നും തന്നെ ഒരു പരാമർശവുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ പാർട്ടി നേതൃത്വം ശരിക്കും വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. പാർട്ടിക്ക് പോലും നിഷേധിക്കാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, ഈ കൊള്ളയിൽ പങ്കുചേർന്ന പ്രമുഖരായ പലരെയും ഇപ്പോഴും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. അതുപോലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയരായ നേതാക്കന്മാരുടെ എന്നും പേരിൽ പാർട്ടി തല അന്വേഷണം ഇനി നടത്തിയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന എൻ വാസു, അതുപോലെ CPM-ൻ്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ എ പത്മകുമാർ എന്നിവരുടെയൊക്കെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും വ്യക്തമല്ല. എ പത്മകുമാർ ഇപ്പോഴും CPM-ലെ അംഗമായി തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുന്നത്? ഇതൊക്കെ തന്നെ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ചിന്തിച്ചു. മാത്രമല്ല, CPM-ൻ്റെ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അവർ സാധാരണക്കാരായ മനുഷ്യരോട് കാട്ടിയ അവഗണനയും അവജ്ഞയും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിന് വലിയ തോതിൽ തിരിച്ചടിയായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതേക്കുറിച്ചൊന്നും തന്നെ ഈ ചോദ്യവാലിയിൽ ഒന്നും തന്നെ പരാമർശമില്ല. എന്ന് മാത്രമല്ല, താഴെത്തട്ടിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ ചെയ്തില്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടാണ് ഞങ്ങൾക്ക് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സന്ദേശത്തിലെ പാർട്ടി അണികളെല്ലാം ഒരുമിച്ചിരുന്ന നേതാക്കളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഒരു സാധാരണ പ്രവർത്തന ചോദ്യത്തിന് സൈദ്ധാന്തിക ഭാഷയിൽ മറുപടി പറയുന്ന കുമാരപിള്ള സാറിനെ നമുക്കറിയാം. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. കാരണം ഇവിടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാനും കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ നേരെയുള്ള പാർട്ടി നേതാക്കളുടെയും മന്ത്രിമാരുടെയും അവജ്ഞയും പുച്ഛവും അതുപോലെ ഈ ഭരണത്തിലെ ക്രമക്കേടുകളും അഴിമതിയും എല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു. UDF പതിവ് പോലെ കൃത്യമായി അവർക്ക് എണ്ണേട്ട യന്ത്രം പോലെ CPM-നെ പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലൊക്കെ തന്നെ പ്രവർത്തിച്ചത് പ്രധാന കാരണങ്ങളിലൊന്ന് CPM നേതാക്കന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന് അണികൾക്ക് എല്ലാം നന്നായിട്ടറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJPക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസിയായി അവർക്ക് ലഭിച്ചതിൻ്റെ പിന്നിൽ തിരുവനന്തപുരത്തെ CPM-ൻ്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അവർക്കൊപ്പം ഉണ്ടായിരുന്നവരുമാണെന്നും എല്ലാവർക്കും അറിയാം. അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ നേരത്തെ കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന പ്രമുഖ നേതാവിൻ്റെ മകൾ ഗായത്രി ബാബു പോലും പോസ്റ്റ് ഇട്ടിരുന്നത് പിന്നീട് പാർട്ടി
പറഞ്ഞ പോസ്റ്റ് പിൻവലിച്ചതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പാർട്ടിയിലെ നേതാക്കൾക്കും അണികൾക്കും പോലും അറിയാം സ്വന്തം കയ്യിരിപ്പോൾ അല്ലെങ്കിൽ സ്വയംകൃതാനർത്ഥമാണ് ഈ പരാജയമെന്ന്. എന്നിട്ടും ഇത്തരത്തിൽ പാർട്ടിയിലെ താഴ്ത്തട്ടിലുള്ള അണികളെ മാത്രം കുരുക്കാനും ഇതിൽ നിന്ന് പിണറായിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരെയും തന്നെ കുറ്റമുക്തരാക്കാനും ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം താഴ്ത്തട്ടിലുള്ള നേതാക്കന്മാരുടെ തലയിൽ കെട്ടിവയ്ക്കാനുമാണ് ഈ ശ്രമം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഒരു അന്വേഷണത്തിനുള്ള ഈ ഒരു 8 ചോദ്യാവലിയും തയ്യാറാക്കിയിരിക്കും. ചോദ്യാവലിയിൽ നിന്നൊക്കെ തന്നെ പിണറായിയും പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ നടന്നിട്ടുള്ള അവരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അലംഭാവം കൊണ്ടൊക്കെ സംഭവിച്ച ഒരു പരാജയമാണ് ഇതെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യാവലിയുമായി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തിരുത്തൽ നടപടി എന്ന രീതിയിലാണ് ഇതിപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ അന്നും ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എന്ത് പറയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള അണികൾ നേതൃത്വത്തോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉൾപാർട്ടി ചർച്ചകളിലൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ വരാനിടയുണ്ട്. നേരത്തെ നടന്ന ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. താഴെത്തട്ടിൽ നടന്ന ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം അന്ന് ഉയർന്നിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തു വന്നാലും വോട്ട് ചെയ്യും, 3ാം പിണറായി സർക്കാർ ഉറപ്പാണ് എന്നുള്ള അമിത ആത്മവിശ്വാസവുമായി രംഗത്തിറങ്ങിയ പിണറായി സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പേറ്റ തിരിച്ചടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും അത് അറിഞ്ഞില്ല എന്ന് ഭാവിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM നേതൃത്വം ഈ ഒരു ചോദ്യാവലിയുമായി രംഗത്തെത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നുള്ള കാര്യം 100% ഉറപ്പുമാണ്.